CP പ്രമോദ് നോക്കൂ, ഞാൻ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ചോദ്യം അങ്ങയോട് ആവർത്തിക്കുക. കാരണം മറ്റൊരു നിലയിൽ അങ്ങേക്ക് ആ ചോദ്യത്തിനെ സമീപിക്കാനാകും. ഈ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നിലവിലെ ലിസ്റ്റിലുള്ള ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരാൾ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം നമ്മൾ കണ്ടിരുന്നു മുൻപ്. പക്ഷേ എത്രമാത്രം തൃപ്തികരമാണ് അത്? നിഷ്കളങ്കമായി സംഭവിച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏറെ കൊട്ടുഘോഷിക്ക് നടക്കപ്പെട്ട മൂന്നാമത്തെ മോദി സന്ദർശനമാണ് ഇന്ന് പാലക്കാട് നടന്നത്. അപ്പോൾ ഇപ്പോഴേക്കും സ്ഥാനാർത്ഥികളെല്ലാം വന്നു. കഴിഞ്ഞ പത്തനംതിട്ട പര്യടന സമയത്തും സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്, പ്രത്യേകിച്ചും സംഘപരിവാറിന്, BJPക്ക് ഉള്ള ന്യൂനപക്ഷ വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരോധം വളരെ പ്രകടമായി തന്നെ പ്രത്യക്ഷമായി പുറത്തു വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. ഇവിടെ നേരത്തെ തന്നെ പാലക്കാടുള്ള എല്ലാവരോടും നമുക്ക് അറിയാവുന്നൊരു വസ്തുത, ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം വന്ന സംഗതി, പാലക്കാട്, മഞ്ചേരി, മലപ്പുറം, അതേപോലെ പൊന്നാനി മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ, അവിടെ നിന്നുള്ള BJP പ്രവർത്തകർ രാവിലെ ഇവിടെ ഒത്തുകൂടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും ആ റോഡ് ഷോയിൽ അവരെല്ലാം ഉണ്ടാകണം. അത്തരമൊരു ക്ഷണത്തിനടിസ്ഥാനത്തിലാവണം മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഇവിടെ വന്നത്. പക്ഷേ കാര്യങ്ങൾ അടുത്ത് വന്നപ്പോഴേക്കും അതിൻ്റെ തനിനിറം പുറത്തു വരികയും അവിടെ വലിയ അവഗണന ആ സ്ഥാനാർത്ഥിക്കെതിരെ വരികയും ചെയ്തു. അപ്പോൾ ഇതിനോടൊന്നും പ്രതികരിക്കാൻ നമ്മളാളല്ല. കാരണം എന്താ വെച്ചാൽ BJPക്ക് അകത്ത് എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത് എന്നത് അവർ തന്നെ സ്വയം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ ന്യൂനപക്ഷ MP-മാരില്ല. ഒരൊറ്റ ന്യൂനപക്ഷ MP-മാർ മന്ത്രിമാരായി ആ ക്യാബിനറ്റിലില്ല. മുമ്പ് പേരിനെങ്കിലും ആരെങ്കിലുമൊക്കെ ചേർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം MP-മാരും തന്നെ ഇല്ല, മുസ്ലിം മന്ത്രിമാരുമില്ല. എന്ന് മാത്രമല്ല, രാജ്യത്ത് സംഘപരിവാറിൻ്റെ ഒരു പ്രത്യേക അജണ്ട എന്ന് പറയുന്നത് അവരൊരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായി മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള വർഗീയ വിഭജനത്തിന് രാജ്യത്തിൽ ഇടം കൊടുക്കുകയും ചെയ്യുകയാണ്, പ്രചരണം നടത്തുകയാണ്. ഇതൊന്നും യാദൃശ്ചികമല്ല. തൊട്ട് മുമ്പ് തമിഴ്നാടായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. അപ്പോൾ അവിടെ പ്രസംഗത്തിൽ പ്രകടമായി തന്നെ എടുത്തു പറഞ്ഞു, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നത് അവർ ഹിന്ദു വിരോധികളാണ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസ്താവന സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, രാമജന്മഭൂമിയിലെ അമ്പലത്തിലെ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അവിടെ മുതൽ ഇങ്ങോട്ട് പ്രത്യക്ഷത്തിൽ തന്നെ കേന്ദ്ര സർക്കാരും അതേപോലെ BJPയും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ്. അവിടെ BJPയുടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇന്നത്തെ പരിപാടിയിൽ കണ്ടത്. അതുതന്നെയാണ് ഇന്നത്തെ അവഗണനയ്ക്കും പിന്നിലുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള റോഡ് ഷോ എല്ലാം നടത്തി BJP എന്തൊരു പ്രതീക്ഷ, അമിതമായ പ്രതീക്ഷ കേരളത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഉന്നയിച്ചു. BJPക്ക് അത്തരമൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അസ്ഥാനത്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കേരളീയ സമൂഹത്തിൽ BJPക്ക് ഒരു 16-17% വോട്ട് പെർസെൻസാണുള്ളത്. ദീർഘകാലത്തെ വലിയ പ്രചരണവും വലിയ മത്സരങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് വലിയ സമ്പത്തെല്ലാം ചെലവഴിച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങളിലെല്ലാം തന്നെ BJPക്ക് നേടാനായതാണ്. അപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ്, സമൂഹത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഒരു 84-83% ആൾക്കാർ ഈ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരാണ്. അതിൽ പ്രത്യേകിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത്തരത്തിലുള്ള BJPയുടെ വർഗീയ അജണ്ട ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടമായി തുറന്നു കാണിക്കുന്ന രീതിയിലേക്ക് ഇത് എത്തിച്ചേർന്നു. തീർച്ചയായും.